ഇപ്പൊ ശങ്കർ ആണെങ്കിലും മുന്നേ തെലുങ്ക് മൂവി എന്തോ വർക്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ മലയാളത്തിലാണ് ചെയ്തിട്ടുണ്ട്, മൂവി ചെയ്തിട്ടുണ്ട് തെലുങ്ക്. അപ്പൊ അതും ഇതും ഭയങ്കര ഡിഫറൻസ് ആയി തോന്നി മ്യൂസിക് കമ്പോസിഷന്റെ സമയത്ത്. സ്റ്റോറിയാണ് നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. അവിടെയും എനിക്ക് അവര് തെലുങ്ക് ഫിലിം ചെയ്യുമ്പോ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ സ്ക്രിപ്റ്റ് മൊത്തം വന്നു. അത് വായിച്ച് ആ സ്റ്റോറി വായിച്ച് നമുക്ക് ഇൻസ്പയർ ചെയ്യണ സ്കോറുകൾ നമ്മൾ ഡയറക്ടറായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആയി. ഒരു 2 വീക്സിൽ നമ്മൾ സിങ്ക് ആയി. പിന്നെ ആ വർക്ക് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. മലയാളത്തിൽ അങ്ങനെ ലാംഗ്വേജ് എനിക്ക് ഒരു ബാരിയറായിട്ട് ഒട്ടും ഫീൽ ചെയ്തില്ല. ഈ പറഞ്ഞ ഞാൻ പല ജീവപ്രകാശ്, ഔസഫലി സാർ, പ്രശാന്ത് പിള്ള ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോഴും പല ലാംഗ്വേജ്. ഞാൻ പ്രോഗ്രാം ചെയ്ത ഫിലിം ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ ഇസക് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ആയിരുന്നു. പിന്നെ ബിജു നമ്പ്യാരുടെ വെബ് സീരീസ്, ഇതൊക്കെയായിരുന്നു ഞാൻ വർക്ക് ചെയ്യേണ്ടത്. ടോട്ടലി ലാംഗ്വേജ് ഒരിക്കലും ഒരു ബാരിയറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റോറിയാണ് നമ്മളെപ്പോഴും നമ്മളെ പുതിയ സോങ്സ് സൗണ്ട് ട്രാക്സ് ഉണ്ടാക്കാനെല്ലാം ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മൂവീസിലൊക്കെ ഭയങ്കര സോളാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ജയ് ഗണേഷ് എന്ന മൂവിയുടെ സോളായിരിക്കും മ്യൂസിക് എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ലൈക്ക് അങ്ങനെ നമ്മുടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും ആ മ്യൂസിക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ വർക്ക് നമ്മളെ കൊണ്ട് രീതിയിൽ എനിക്ക് വർക്ക് വന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ബാക്കി എല്ലാം നല്ലൊരു കാര്യം പറഞ്ഞു. അതാണ് നല്ല കാര്യം. കാരണം മ്യൂസിക് ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ അതൊരു നല്ല സംഭവം. സിനിമ നല്ലതായിട്ട് ഉണ്ടെന്ന് പറയാണ് വേണ്ടത്. എഡിറ്റിംഗ് നന്നായിരുന്നു പറഞ്ഞെങ്കിൽ അത് കാര്യമില്ല. അതൊക്കെ ഇൻവെസിബിൾ ആയിരിക്കണം. ലൈക് സിനിമയുടെ ഒരു ഫീൽ, മ്യൂസിക്, എഡിറ്റിംഗ്, ആക്ടിങ് മാത്രമൊക്കെയാണ് കാണുന്നത്. ആക്ടിങ് പോലും സട്ടിൽ ആവുന്നൊക്കെ പറയും. ഇതെല്ലാം ഇൻവെസിബിൾ ആണ്. ഇത് ചെയ്ത ജോലികൾ അതവിടെ ഉണ്ട്. അങ്ങനെയായാലാണ് ഒരു സിനിമ നമുക്ക് അത് സിനിമ കഥയിലോട്ട് കയറി ആസ്വദിക്കാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സാറിന്റെ മുൻപുള്ള മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടേക്കും ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ചിലതൊക്കെ തുറന്നു തന്നെ അതിൽ വെക്കുന്നുണ്ട്. അത് കോൺഷ്യസ്ലി അത് വരുന്ന ഒരു സംഭവമാണ്. അത് അങ്ങനെ തന്നെ എഴുതുന്നതാണോ, അതല്ലാണ്ട് എഴുതി വരുമ്പോ ഇങ്ങനെ വരുന്ന ഒരു കാര്യമാണോ? അത് സ്വാഭാവികമായിട്ട് എന്റെ ഉള്ളിൽ ഉള്ളതായിരിക്കും. ഇത്രയും സിനിമ ചെയ്തിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് നമ്മുടെ ഉള്ള സംഭവം. നമ്മുടെ ഒരു മീഡിയം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഒരു മൈക്കിൽ വിളിച്ച് പറഞ്ഞേക്കാൾ നല്ലത് എന്റെ സമയത്ത് എന്റെ സിനിമയിലെ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതിനെ അധികം ആലോചിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. അതെ, അപ്പൊ പിന്നെ ശരിയായിരിക്കും. അതായത് എന്റെ ഉള്ളിലുള്ള തോന്നലുകളൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു എന്റെ സിനിമകളിൽ നോക്കിയ സ്ക്രീനിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചറിലുള്ള പാസഞ്ചർ മുതൽ ജയഗണേഷ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കും. ഫസ്റ്റ് ഹാഫിൽ ഇപ്പോ ശ്രീനിവാസൻ കണ്ടു ദിലീപിനെ തട്ടിക്കൊണ്ടുപോകും. നമ്മുടെ കണ്ണുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുണ്ടാവും. പക്ഷെ അതിനെ ഫോളോ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ധൈര്യം കിട്ടിയിട്ടില്ല. അത് സംഭവിച്ച് വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യുന്നതാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ എല്ലാ സിനിമകളും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അനലൈസ് ചെയ്തില്ല. ജയഗണേഷും അങ്ങനെ. ഇപ്പൊ ഈ ജയ് ഗണേഷിന്റെ ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ട്രയാങ്കിൾ ഒരു എടുത്ത് കാണിക്കുന്ന ആ മറ്റേ ഉണ്ണിമുഖന്ന് വണ്ടി ഓടിക്കുന്നതിലും ഉണ്ട്. അതിനെന്താണ്? അതിന് എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മുടെ ആ ഒരു ഇമ്പോർട്ടന്റ് ആണ് ആ ലോഗോ എന്ന് പറയുന്നത് മൂവിയില്. സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. സസ്പെൻസ് ആണത്. അല്ല, എന്നാലും ശ്രദ്ധിച്ചില്ല. കാരണം വണ്ടിയിലെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇരുന്നോട്ടെ, അതെ, ആൾക്കാർ ആലോചിക്കട്ടെ. ഡീകോഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അവിടെ അപ്പം എന്തുകൊണ്ടാണ് മഹിമ നമ്പ്യാർ ഈ മൂവിയിലേക്ക് സർ കാസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ എന്റെ ഇപ്പൊ ഈ മൂവി എന്തായാലും ക്യാരക്ടർ നമ്മൾ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ മൂവിയിൽ ഒരു ഹീറോയിൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ എന്താണ് മഹിമയിൽ കണ്ടത്? ആക്ച്വലി ന്യൂ കമറിനെയാണ് നമ്മൾ നോക്കിയത്. നമ്മൾ കുറെ പേരൊക്കെ അല്ലേ, ഒത്തിരി പേര് ഓഡിഷൻ മഹിമ വന്നിട്ട് ഓഡിഷൻ ചെയ്യാൻ തയ്യാറായി. ഗ്രേസ്ഫുൾ ഓഡിഷൻ. ആ ഓഡിഷനായിരുന്നു ബെസ്റ്റ് ഓഡിഷൻ. നമ്മളൊരു 5000 പേര് ഓഡിഷൻ ചെയ്തിരുന്നെങ്കിൽ മഹിമയുടെ ബെസ്റ്റ് ഓഡിഷൻ. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞു സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മൂവീസ് വരുന്നത്. പക്ഷെ പ്രേതം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതിന് ഒരുപാട് സോഷ്യൽ റെലവൻസ് ആൾക്കാർ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ സ്റ്റിൽ അത് കണ്ടുപിടിച്ചു. അല്ല എന്ന് വെച്ചാല് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്ന ഒരു സോക്കോൾ അങ്ങനത്തെ കുറച്ച് ഒരു റിവെഞ്ചസ് കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഹൊറർ സബ്ജക്ട് സാർ അങ്ങനെ ഒരു അതെയോ? അല്ല, നമ്മളങ്ങനെ സാറിൽ നിന്ന് പെട്ടെന്ന് അയ്യോ പ്രേതം ചെയ്യുമ്പോ എന്റെ ഐഡിയ എന്താ വെച്ചാൽ ഓരോ സിനിമയ്ക്ക് ഒരു ഐഡിയ. ഈ സിനിമയുടെ ഐഡിയ എന്താ വെച്ചാൽ എനിക്കിപ്പോ ഒരു ഭയങ്കര ഇവോൾവ് ഓഡിയൻസാ ഇവിടെയുള്ള സിനിമ കാണാൻ പോകുന്നത്. ആ ഓഡിയൻസിന് തിയേറ്ററിൽ കമേഴ്ഷ്യലി വർക്ക് ആവുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ?
എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ചലഞ്ച്. പ്രേതം ചെയ്യുമ്പോഴത്തെ ചലഞ്ച് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോളേജ് സ്റ്റുഡൻസ് ആ ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിന് കേറ്റർ ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. അതാണ് പ്രേതം ആലോചിക്കാനും ചെയ്യാനുള്ള കാരണം. പ്യുവർലി അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. പിന്നെ അവരോട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സംഭവിച്ചത്. ഇതിന് ഈ മെന്റലിസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും സാറിന്റെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട്? ഞാൻ കുറച്ച് മെന്റലിസം ചെയ്യുന്ന ആളാണ്. ഞാൻ പഠിച്ചു ആ സിനിമ 2 സിനിമ ആയതല്ലോ. 2 സിനിമ വഴി നമ്മുടെ ആദ്യം ഉണ്ട് മെന്റലിസ്റ്റ്, വേറെ കൂടെ ആൾക്കാർ അവനെ പഠിച്ചു. കുറച്ച് ട്രിക്കൊക്കെ പഠിച്ചു. അല്ല, ഈ മൂവിയില് ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ജയ് ഗണേശൻ എന്ന് പറഞ്ഞൊരു പ്ലോട്ട് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാളിനെ അയാൾ പോലും അറിയാതെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അത് വർക്ക്ഔട്ട് ആകും, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നത്. അന്ന് പറഞ്ഞ പോലെ ഈ മെന്റലിസം എന്നുള്ള ഒരു സാധനത്തിലോട്ട് ഇൻവോൾവ് ചെയ്തിട്ടൊരു സബ്ജക്ട് ചെയ്യാന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആഫ്റ്റർ ദാറ്റ് ഇവരെ മീറ്റ് ചെയ്യുന്നില്ല. പുണ്യാളൻ അഗർബത്തീസിന്റെ 100ാം ദിവസം ഫംഗ്ഷനിലാണ് ആദ്യം പുള്ളിയൊരു മെന്റലിസ്റ്റ് ആണ്. അതിന് വന്നപ്പോൾ ഷോ ചെയ്തു. അപ്പോഴാണ് ഈ മെന്റലിസ്റ്റിന്റെ ഒരു സാധനം എനിക്ക് മനസ്സിലാവും. അപ്പൊ അന്നോടെ ഒരു മനസ്സിൽ കിടന്നത് തൊടാത്ത മേഖലയാണ് ഭയങ്കര സാധ്യതയുണ്ട്. ഇപ്പൊ പ്രേതത്തെ കുറിച്ച് സംസാരിക്കണ്ടോ? കുറച്ച് ഞാൻ ചോദിച്ച നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അത് അങ്ങനെ ആദ്യം പരിചയപ്പെട്ടുകൊണ്ടാണ് അതിലോട്ട് വന്നത്.